മരണത്താൽ നീക്കി വീണ്ടെടുത്തു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. മഹാദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായൊരു സമയം ഞങ്ങൾക്ക് ലഭിച്ചതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധമായ വേദവചനത്തിൽ ഞങ്ങൾക്ക് അങ്ങ് കാണിച്ചു തന്നിരിക്കുന്ന എല്ലാ മാതൃകകളും എല്ലാ മുന്നറിവുകളും അതുപോലെയുള്ള ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ, ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവെ ഞങ്ങൾ വചനത്തിലൂടെ വായിക്കുമ്പോൾ അതിലൂടെ ഞങ്ങൾ ജ്ഞാനവും നിശ്ചയവും ഉറപ്പും പ്രാപിച്ചവരായി മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദൈവം സഹായിക്കുന്നതിനും ഉത്സാഹിപ്പിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സമയത്ത് കർത്താവെ, എബ്രായ ലേഖനത്തിൻ്റെ പഠനം ഇത് ധാരാളം പേർക്ക് പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ സമയത്ത് കർത്താവെ, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റനേകർക്ക് ദൈവമേ പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായി പഠിപ്പിക്കുന്നവരെയും ദൈവം അതിനെക്കുറിച്ച് വികലമായിട്ട് ചിന്തിക്കുന്നവരെയൊക്കെയും കർത്താവിൻ്റെ വചനം യഥാർത്ഥമായ വഴി കാണിച്ചുകൊണ്ട്, യഥാർത്ഥമായ രീതിയിലുള്ള അങ്ങയുടെ സത്യം കാണിച്ചുകൊണ്ട് ദൈവമേ അവരെയും പ്രബോധിപ്പിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകൾക്കും നന്ദി. ഈ സമയം കൂടിയിരിക്കണമേ. എല്ലാം ദൈവരക്ഷകനായ കർത്താവായ യേശു മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ കേൾക്കണം പിതാവേ. ആമേൻ. അപ്പം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൽ ഇന്ന് 6-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 6-ാം അധ്യായത്തിൽ 1 മുതൽ പ്രത്യേകിച്ച് 8-ാം വാക്യം വരെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ നമ്മളെ കാണിക്കുന്നത് ആരംഭത്തിലേക്ക് വീണ്ടും, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ ആരംഭിക്കുവാൻ സഹായിച്ച കാര്യങ്ങൾ അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അടിസ്ഥാനമിടാതെ അതിൻ്റെ വളർച്ചയിലേക്കും പരിജ്ഞാനപൂർത്തിയിലേക്കും പോകുന്ന കാര്യങ്ങളിലേക്ക് ഊന്നൽ കൊടുക്കണം എന്നാണ് നമുക്കിതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നത്. അതായത് അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങൾക്കും ആരംഭമുണ്ട്, വളർച്ചയുടെ ഘട്ടമുണ്ട്. അത് തലയോളം, ക്രിസ്തുവിന് തലയോളം വളരുന്ന അല്ലെങ്കിൽ ആ പക്വതയിലേക്ക്, പരിജ്ഞാനത്തിൻ്റെ പക്വതയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം ആ മേഖലയിലേക്ക് ഒരു വ്യക്തി വളരേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണിച്ചു തരുന്നത്.
അതുകൊണ്ട് വീണ്ടും അതിൻ്റെ അകത്തേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ രക്ഷ പ്രാപിച്ച ദൈവമക്കള് വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, വിശ്വാസത്തിൻ്റെ പരിശോധനകൾ ഇതെല്ലാം വരുമ്പോൾ അതിജീവിക്കണം എന്നാണ് ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം. അതിജീവിക്കാൻ പഠിക്കണം. തോറ്റുപോകുന്നവർക്ക് കിരീടമില്ല, വിജയിക്കുന്നവർക്കാണ് കിരീടമുള്ളത് എന്ന് നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ തിമോഥെയോസിന് എഴുതിയ ലേഖനം, 2-ാം ലേഖനത്തിൽ 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വാക്യങ്ങൾ നമ്മൾ താഴേക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ, അവിടെ 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഇത് അപ്പോസ്തലനായ പൗലോസ്, അതായത് വിജയിച്ച് മാതൃക കാണിച്ച് മരണപര്യന്തം, അതായത് മരണം വരെ വിശ്വസ്തനായിരുന്ന ഒരു ജയാളിയായിട്ടുള്ള, ഒരു പോരാളിയായിട്ടുള്ള ഒരു വ്യക്തി, കർത്താവിന്റെ മാരടത്തിലേക്ക് പറന്ന് ഉയർന്ന ഒരു യുദ്ധവീരന്റെ വാക്കുകളാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം തിമോഥെയോസിനെ പ്രബോധിപ്പിക്കുന്ന വാക്കാണ് ഈ കാണുന്നത്. വചനം പ്രസംഗിക്കുക, സമയത്തിൽ അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. എന്നിട്ട് ദൈവത്തിന്റെ വചനത്തെ, തിരുവെഴുത്തുകളെ എത്ര സൂക്ഷ്മമായി പരിശോധിക്കണം, പഠിക്കണം, പ്രസംഗിക്കണം, കരുതിക്കൊള്ളണം എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ പത്യോപദേശം പൊറുക്കാതെ വണ്ണം കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറി വ്യതിചലിച്ച് ആളുകൾക്ക് രസം വരുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുണ്ടാകും. ആളുകൾക്ക് അത് കേൾക്കാനാണ് താല്പര്യം. കെട്ടുകഥകള് ഇതെല്ലാം കർണരസമാറുമ്പോൾ കാതിന് ഇക്കിളി കൂട്ടുന്ന കാര്യങ്ങൾ കേൾക്കാൻ, ഇതെല്ലാം ആളുകൾക്ക് സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. അതുകൊണ്ട് തിമോഥെയോസിനെ പൗലോസ് വിജയിച്ച ഒരു വ്യക്തി പറയുകയാണ്, മാതൃക കാണിച്ച ഒരു വ്യക്തി പറയുകയാണ്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവർത്തിക്കുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. എന്നിട്ട് പറയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, എബ്രായ ലേഖനം നമ്മൾ ഓർപ്പിക്കുന്ന വിഷയം ഇതാണ്. വിജയിക്കുന്നവർക്കാണ് കിരീടം. തോറ്റുപോകുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്നവരെ സംബന്ധിച്ച് ദൈവം വെച്ചേക്കുന്നതല്ല കിരീടം, ജീവന്റെ കിരീടം, ജീവവൃക്ഷത്തിന്റെ ഫലം, ജീവന്റെ മന്ന, ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതെല്ലാം വിജയം വരിച്ച് കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന ഏകാഗ്രമായ ദൈവത്തിലേക്ക് അർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ 10-ാം അധ്യായത്തിലെ 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനവധി ആളുകൾ ചിന്തിക്കുന്നത് ഒരിക്കൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഒരിക്കൽ ദൈവം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായി വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കും. അവൻ അവിശ്വസ്തത കാണിച്ചാലും വീണുപോയാലും പാപം ചെയ്താലും അവൻ എന്തെല്ലാം ചെയ്താലും അവന്റെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്ന ധാരാളം പേര് ലോകത്തിലുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്?
എബ്രായ ലേഖനം 10-ന്റെ 26-27 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. അപ്പം എന്നിട്ട് താഴേക്ക് പറയണേ, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അപ്പം മോശയുടെ നിയമം അല്ലെങ്കിൽ ഒരു നിഴൽ മാത്രമായ മാറിപ്പോകുന്ന ഒരു നിയമം കൊടുത്ത സമയത്ത് നിലനിൽക്കാത്തവർ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു നിയമം, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ കർത്താവ് യേശുക്രിസ്തു വരുന്നത് വരെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം. അങ്ങനെ മാറിപ്പോകുന്ന ഒരു നിയമം ആ കാലഘട്ടത്തിൽ പോലും ഒരു വ്യക്തിക്ക് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവെങ്കിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കും. എന്നിട്ട് പറയണം 30-31 വാക്യങ്ങൾ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഈ വാക്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കലും രക്ഷ അലക്ഷ്യമാക്കി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പിനെ കരുതിയില്ലെങ്കിൽ അത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അല്ലാതെ നാം ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല തിരുവെഴുത്ത് നമുക്ക് തരുന്നത്. അവിടെ അനവധി വാക്യങ്ങൾ നമുക്ക് വീണ്ടും പരിശോധിക്കാം. 10-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാവുന്നു. അപ്പൊ നാശത്തിലേക്ക് പിന്മാറുന്നവരുണ്ട്, അതിലേക്കല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര ആകുന്നു. അവിടെ നമുക്ക് 10-ന്റെ 35 തൊട്ട് തന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്നാണ് പറയണത്. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പൊ തള്ളിക്കളഞ്ഞാലും വീണ്ടും ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇതെല്ലാം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. പിന്മാറുന്നുവെങ്കിൽ, അപ്പൊ പിന്മാറാൻ സാധ്യതയുണ്ട്, രക്ഷ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിൽ ഒരിക്കൽ രക്ഷ പ്രാപിച്ചുവെങ്കിലും നഷ്ടപ്പെടുത്താൻ അവസരങ്ങളുണ്ട്. പോരാട്ടത്തിൽ തോറ്റുപോകാൻ അവസരങ്ങളുണ്ട്. വിജയിക്കാൻ സാധ്യതയുണ്ട്, പരാജയപ്പെടാനും മുമ്പിൽ ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തിലേക്ക് പോകാനാണ് നമ്മൾ ഉത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ പരാജയപ്പെടുന്ന ആ ഒരു കാഴ്ച, നെഗറ്റീവ് കാഴ്ച മനസ്സിലേക്ക് കൊടുക്കാനല്ല, മറിച്ച് എന്തിലേക്ക് പോകാനാണ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയണത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നിങ്ങൾക്ക് ധൈര്യമുണ്ട്, മഹാപ്രതിഫലമുള്ളതാണ് ആ ധൈര്യം, അത് തള്ളിക്കളയാതെ മുമ്പോട്ട് പോകണം. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ് വാഗ്ദത്തം പ്രാപിപ്പാൻ. ദൈവേഷ്ടം ചെയ്തുകൊണ്ട് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. അതുകൊണ്ട് എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ദൈവം 2 കാര്യങ്ങളും കാണിച്ചു തരികയാണ്. വിജയിക്കുന്നവർക്ക് ഞാൻ കിരീടം കൊടുക്കും, പ്രതിഫലം കൊടുക്കുമെന്നും, പിന്മാറിയാൽ എനിക്ക് അവനോട് സന്തോഷമില്ല, പിന്മാറിപ്പോകുന്ന വ്യക്തിയോട് എനിക്ക് പ്രസാദമില്ല എന്ന് വ്യക്തമായിട്ട് കാണിച്ചിരിക്കുകയാണ്. നാമോ എന്നിട്ടാ പറയണത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി വായിക്കുവാണെങ്കിൽ നമ്മളെ കാണിച്ചു തരുന്ന കാര്യങ്ങൾ എന്താണ്? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും
ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പം വീണ്ടും പറയാണ്, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാവുന്നു, ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. അപ്പൊ ഇതെല്ലാം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് ഇന്ന് ക്രിസ്ത്യാനികളായി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആരോടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. വീണ്ടെടുക്കപ്പെട്ടവരോടാണ് സംസാരിക്കുന്നത്, രക്ഷ പ്രാപിച്ചവരോടാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായ ഇന്ന് ക്രിസ്ത്യാനികളായി തീർന്നവരാണ്, സുവിശേഷം കേട്ടവരാണ്, അവരെ വിശ്വസിച്ചവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്, അവരെ കർത്താവായ യേശുവിനെ ദൈവപുത്രനെ ഏറ്റി പറഞ്ഞവരാണ്, അവരെ പാപങ്ങളെ കഴുകിക്കളയവൻ സ്നാനമേറ്റവരാണ്, പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ് അവരെ. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം ഈ കാര്യങ്ങളെല്ലാം ആസ്വദിച്ചിട്ടും, അതാണ് ഇവിടെ പറയണത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ടും സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയി. വ്യക്തമായിട്ട് കാണിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് രക്ഷ കിട്ടുന്നത്, പാപമോചനം കിട്ടുന്നത്, സ്വർഗീയദാനം ആസ്വദിക്കാൻ പറ്റുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും പാപങ്ങളെ കഴുകിക്കളയാൻ സ്നാനമേൽക്കുകയും പരിശുദ്ധാത്മാവിനെ അതിലൂടെ ലഭിക്കുകയും ചെയ്ത ജീവിതം. അപ്പൊ ഇവരുടെ എല്ലാം ഈ കാര്യങ്ങൾ സംഭവിച്ച, ഈ കാര്യങ്ങളെല്ലാം ലഭിച്ച വ്യക്തികളെ സംബന്ധിച്ചാണ് അവരെ കുറിച്ചാണ് പറയുന്നത്. പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരുമാകിയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. നമ്മൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ വചനത്തിന്റെ പല ഭാഗത്താണ്, പല വിധത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 8 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 8 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 4 മുതൽ. അപ്പം ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യം ഇതാണ്. 8 മുതൽ 10 വരെ നമുക്ക് വായിക്കാം. അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. എന്നിട്ട് പറയാണ്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുകയും. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നിട്ട് പറയാണ്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പം ഒരിക്കൽ എവിടെ ആയിരുന്നവരാണ്, അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് 11-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ക്രിസ്തുവിനെ ധരിച്ച് അവന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും പങ്കാളിയായി പഴയ മനുഷ്യനെ അടക്കം ചെയ്തു, പഴയ മനുഷ്യനെ കുഴിച്ചു മൂടി, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ്. അവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പം വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഇത് ആരെക്കുറിച്ചാണ്? വീണ്ടെടുക്കപ്പെട്ടവരോടാണ് സംസാരിക്കുന്നത്. അവരെ തരം താഴ്ത്തുകയല്ല ചെയ്യുന്നത്, അവരെ ഉത്സാഹിപ്പിക്കാൻ മുമ്പോട്ട്. ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വില കൊടുത്ത് വാങ്ങിയതായ ദൈവത്തിന്റെ ജനം, ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങപ്പെട്ടതായ ആ പ്രിയ ദൈവത്തിന്റെ ജനത്തോടാണ് ഇതെല്ലാം. വളരെ മാതൃകയോട് ജീവിക്കുന്ന, വളരെ മാതൃകയോടുകൂടി തൻ്റെ ജീവിതം ക്രിസ്തുവിനെ അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അത്യുത്സാഹത്തോടെയും കടന്നുപോയ ഒരു വീര യോദ്ധാവിന്റെ വാക്കുകളാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് ഇന്ന് ദൈവത്തിന്റെ
മന്ദിരമാകുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുവാനും ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകുവാനും ഒക്കെ ഇടയായവരാണ് എന്നാണ് അവരെ ഓർപ്പിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങപ്പെട്ട നിങ്ങൾ ഇന്ന് ദൈവം വസിക്കുന്ന മന്ദിരമാണെന്നാണ് 1 കൊരിന്ത്യർ 6:19 വാക്യത്തിൽ പറയണത്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഒരിക്കൽ പ്രകാശം ലഭിച്ച് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ അല്ലെങ്കിൽ വരുമാനുള്ള ലോകത്തിന്റെ ശക്തിയും ഒക്കെ ആസ്വദിക്കുകയും ചെയ്തവർ, സ്വർഗീയദാനമൊക്കെ ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, അപ്പൊ എന്തുകൊണ്ടാണ് അവർ പിന്മാറിപ്പോകാനുള്ള കാരണം? ഇല്ലെങ്കിൽ പിന്മാറിപ്പോയാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെയാണ് പറയുന്നത്. മറിച്ച് എന്താ ശരിക്കും ചെയ്യേണ്ടത്? എവിടെ നിന്നാണ്, ഏതവസ്ഥയിൽ നിന്ന് വന്നവരാണ്, എങ്ങനെ വന്നവരാണ്? അപ്പൊ ഈ വന്ന ആളുകളെ സംബന്ധിച്ച് ഇനി എന്താ ചെയ്യേണ്ടത്? അതാണ് നമുക്ക് ഉത്സാഹം തരുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ഒരു പുതിയ സൃഷ്ടിയായ സമയം മുതൽ അവന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ് പറയുന്നത്. കാരണം അവന്റെ ശരീരം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയം, അവരെ ഉത്സാഹിപ്പിക്കുന്ന വിഷയം ഏതാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം ഈ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാകിയാൽ. വെളിപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് പറയാണ്. അതിനുശേഷം പറയാണ്, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും, അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യവുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുരളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവനെ ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. എന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുകയാണ്, ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് പറയാണ്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. അപ്പൊ നമ്മളിവിടെ കാണാൻ സ്വർഗത്തിലെ ഊഷ്മളമായ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷം യോഹന്നാൻ പറയുകയാണ്, അതായത് ഞാൻ ആൽഫയും ഒമേഗയും ആണ്, ആദ്യവും അന്തവുമാണ്. ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവനെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ ജയിക്കുന്നവർക്കുള്ളതാണ്. വിശ്വാസ ജീവിതത്തിന്റെ ജീവിതയാത്ര ആരംഭിച്ചവർക്കുള്ളതല്ല, പൂർത്തിയാക്കുന്നവർക്കുള്ളതാണ്. അനേകരുടെ വിശ്വാസക്കപ്പൽ തകർന്ന് ലോകത്തിലേക്ക് പോയത് നമുക്ക് കാണാം. തിരുവഴുത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പലരുടെയും വിശ്വാസക്കപ്പൽ തകർന്നു. വിശ്വാസക്കപ്പലിൽ യാത്ര ചെയ്തു തുടങ്ങി പലരും, ആരംഭിച്ചു പലരും, പൂർത്തിയാക്കാൻ കഴിയാതെ പലരും
പലരും നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരുവഴുത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഇസ്രായേലിന്റെ അനുഭവം തന്നെ പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായി. മിസ്രൈമിൽ നിന്ന്, അതായത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ എല്ലാവരും കനാൻ നാട്ടിലേക്ക് പോയില്ല. അവിടെ അവിശ്വസ്തത കാണിച്ചവരെല്ലാം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിന്നവർ മാത്രമാണ് ദൈവം അവരെ മാത്രമാണ് പ്രവേശിപ്പിച്ചത്. അപ്പം നമുക്ക് ഇതെല്ലാം ദൃഷ്ടാന്തമായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം നിഴലായിട്ട് കിടക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള കാഴ്ചയും അപ്രകാരം തന്നെയാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വിജയിക്കുന്നവർക്കുള്ളതാണ് ജീവകിരീടം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും എന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അനവധി വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. 21-7 വാക്യത്തിൽ നമുക്ക് കാണുന്ന ഈ ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവനെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് വ്യക്തമായിട്ട് പറയാം. ആരാണ് പരാജയപ്പെടുന്നതെന്നും താഴേക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴാ ഇവിടെ പറയണത് രണ്ടാമത്തെ മരണത്തിലേക്ക്, രണ്ടാം മരണം, അതായത് ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം എന്ന് പറയും. രണ്ടാമത്തെ മരണം. അപ്പൊ ആദ്യത്തെ മരണം ഏതാണ്? ഇവർക്ക് സംഭവിക്കുന്ന ആദ്യത്തെ മരണം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഒരു പാപത്താൽ ദൈവത്തിൽ നിന്ന് ആത്മീയമായി മരിച്ചവരാണ്. എഫെസ്യർ 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നവനെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണ്? ഒന്നാമത്തെ പുനരുദ്ധാനം എപ്പോഴായിരുന്നു? അത് എഫെസ്യ ലേഖനത്തിൽ 2:1 പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, ജീവിപ്പിച്ചു. റോമാലേഖനത്തിൽ അതിന്റെ വിശദമായ വിവരണം തരികയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ വിശദമായ വിവരണങ്ങളാണ് നമുക്ക് നൽകുന്നത്. അപ്പോ ആകയാൽ കൃപ ലഭിക്കേണ്ടതിന് ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ, ഇല്ലെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാൾ വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം ക്രിസ്തുവിനോടും അല്ലെങ്കിൽ അവന്റെ മരണത്തോട് പങ്കാളിയാകുവാൻ, അതുപോലെ തന്നെ താഴെ പറയുന്നത് അവന്റെ അടക്കത്തോട് പങ്കാളിയാകുവാൻ, പിന്നെയും പറയുന്നത് അവന്റെ പുനരുദ്ധാനത്തോട് പങ്കാളിയാകുവാൻ ഒരു വ്യക്തി സ്നാനമേറ്റു. അതിലൂടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റതിലൂടെ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറയാണ് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ നിന്ന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് റോമാലേഖനത്തിലെ 6-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയും. കൊലോസ്യർ 2:12 പറയുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പം ആദ്യത്തെ മരണം, ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവത്തിൽ നിന്ന് നാം മരിച്ച അവസ്ഥയിലായിരുന്നു, നമ്മളെ ജീവിപ്പിച്ച ദൈവം. അപ്പൊ ഒന്നാമത് നമ്മളെ പുനരുദ്ധാനത്തിലൂടെ ആത്മീയമായിട്ടുള്ള ഒരു പുനരുദ്ധാനം സംഭവിച്ച നമ്മുടെ ജീവിതത്തിൽ, ആത്മീയമായിട്ട് പുനരുദ്ധാനം സംഭവിച്ച, ആത്മീയമായി നമ്മളെ ദൈവം ഉയർപ്പിച്ചു, വീണ്ടും ജനിപ്പിച്ചു. കർത്താവ് നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ പോലും കഴിയില്ല, അല്ലെങ്കിൽ കടപ്പാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിക്ക് കടപ്പാൻ കഴിയണമെങ്കിൽ അവൻ പുതുതായി ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പം ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ജീവിതമാണത് നാം ജനിച്ചിരിക്കുന്നത്. ലേഖനങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും നാം ജനിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ആ കൃപയിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ, അവസാനത്തോളം വിശ്വസ്തരായി ജീവിക്കാനാണ്
നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. പിന്മാറിപ്പോയാൽ, വീണ് പോയാൽ, നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ, വിശ്വാസക്കപ്പൽ നമ്മൾ തകർന്നു പോയാൽ, വിശ്വാസത്തിൽ നിന്ന് നാം വീണ് പോയാൽ നമുക്ക് രക്ഷ നഷ്ടപ്പെടും, കിരീടം നഷ്ടപ്പെടും, നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് മായ്ച്ചു കളയും എന്നുള്ള തെളിവുകളാണ് ലേഖന ഭാഗങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 2 പത്രോസ് 2:22 വാക്യത്തിലും നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. 2 പത്രോസ് 2 അധ്യായത്തിന്റെ 20 മുതൽ 22 വരെ വാക്യങ്ങളിൽ അവിടെ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉള്ളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലു പോലെ അവർക്ക് സംഭവിച്ചു. എന്താ ഇവിടെ പറയണത്? ആരോടാണ് ഈ പറയണത്? ആരാണ് പറയണത്? ആരോടാണ് പറയണത്? എന്താണ് പറയണത്? എന്തിനെ കുറിച്ചാണ്? ഏത് സമയത്താണ് പറയണത്? കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ആരാണത്? ഇതുപോലെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ക്രിസ്തുവിനെ ധരിച്ചവരാണ്, പാപങ്ങൾ കഴുകപ്പെട്ടവരാണ്, സ്വർഗീയദാനം ആസ്വദിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, ദൈവത്തിന്റെ നല്ല വചനങ്ങൾ കേട്ടവരാണ് അവർ, വരുവാനുള്ള ലോകത്തിന് ശക്തി ആസ്വദിക്കുക ചെയ്തവരാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. അതിന് 19 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. 2 പത്രോസ് 2:19 തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. അപ്പൊ തോൽക്കുന്നവർക്കുള്ളതല്ല, ഇത് വിജയിക്കുന്നവർക്കാണ്. അപ്പൊ തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടു ഓടിയവർ. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ പത്രോസ് 38, 37, 39, 40 ഈ വാക്യങ്ങളെല്ലാം വായിച്ച് നമ്മൾ താഴേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ. ഫിലിപ്പിയിൽ കാണാം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിനെ എല്ലാം പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനങ്ങൾ പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ഇതാണ് ദൈവത്തിന്റെ ജനം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യേണ്ട സ്ഥാനത്ത് കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടു ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി എന്ന് പറഞ്ഞു. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അപ്പൊ എന്താണ് ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഛർദിയിലേക്ക് തിരിയുന്നത്, സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്നത് നായുടെ സ്വഭാവമാണ്. കുളിച്ചിട്ട് ചെളിയിലേക്ക് ഉരുളുവാനായിട്ട് പോകുന്നത് പന്നിയുടെ സ്വഭാവമാണ്. ഇതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയുടെ പഴയ സ്വഭാവത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് ഇനി ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ തിരിച്ചു പോണത് ഖേദകരമായ അവസ്ഥയാണ്. കാരണം അവനെ ജീവന്റെ കിരീടമാണ് നഷ്ടപ്പെടുന്നത്. അവന്റെ പേര് സ്വർഗത്തിൽ നിന്ന്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം, ഒരു വ്യക്തി രക്ഷയെ മുറുകെ പിടിച്ചില്ല എങ്കിൽ നഷ്ടപ്പെടും. കിരീടം നിങ്ങൾക്കുള്ളത് പിടിച്ചുകൊള്ളാൻ പറയണം, മുറുകെ പിടിക്കാനാ പറയണത്. വിശ്വാസം കാക്ക. പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് അവസാനം പറയുന്ന വാക്ക് എന്താണ്? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുകൊള്ളാനുള്ളതാണ് വിശ്വാസം, വിട്ടുകളയാനുള്ളതല്ല. അവസാനത്തോളം കാത്തുകൊണ്ടാൽ ജീവകിരീടം. അദ്ദേഹം പറയണതാണ്, ഇനി എനിക്ക് വെച്ചിരിക്കുന്ന ജീവകിരീടത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അതെനിക്ക് മാത്രമല്ല
അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന എല്ലാവർക്കും അത് കിട്ടുമെന്ന് പറയുന്നത്. പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്നവർക്ക്, പിന്മാറിപ്പോയവർക്കല്ല. അപ്പൊ പിന്മാറിപ്പോയാൽ രക്ഷ നഷ്ടപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഗലാത്യ ലേഖനം 5:4 വാക്യം കൂടി നമ്മൾ നോക്കുമ്പോൾ, ഗലാത്യ 5:4 വാക്യത്തിൽ ഈ സമയത്ത് ഇത് എഴുതുന്ന പശ്ചാത്തലത്തിലെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരാൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച ശേഷം, ഇല്ലെങ്കിൽ ഒരാൾ ദൈവത്തിന്റെ കൃപ ആസ്വദിച്ച ശേഷം കൃപയിൽ നിന്ന് വീണു പോകാൻ അവനെ സാധ്യത ഉണ്ട് എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 5:4 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പം ഒരിക്കൽ കർത്താവായ യേശുവിലേക്ക് വന്നവരാണ് ഇവര്, വിശ്വാസത്തിലേക്ക് വന്നവരാണ്, യേശുവിനെ സ്വീകരിച്ചവരാണ്, പരിശുദ്ധാത്മാവ് ലഭിച്ചവരാണ്, പാപങ്ങൾ കഴുകപ്പെട്ടവരാണ് അവര് ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നവരാണ്, കൃപയാൽ ദൈവം രക്ഷിച്ചവരാണ്, അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അവർക്ക് ലഭിച്ചവരാണ്. അപ്പം ഈ ആളുകളെ സംബന്ധിച്ച് അവർ വീണ്ടും എന്തിലേക്ക് പോയി? പരിച്ഛേദന ഏൽക്കാൻ പോയി, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് അവർ പോയി. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യരോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. എന്നിട്ട് പറയണത്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പൊ കൃപയിൽ നിന്ന് വീണു പോകും എന്ന് അവിടെ വ്യക്തമായിട്ട് കാണിക്കാൻ. ഇന്ന് അനവധി ആൾക്കാർ പഠിപ്പിക്കുന്നത്, ഒരിക്കൽ രക്ഷയിലേക്ക് വന്നവരെ, ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നവരെ, ആ കൃപയിൽ നിന്ന് ഒരിക്കലും വീഴില്ലെന്നും, ഒരിക്കൽ രക്ഷപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ആ രക്ഷ നഷ്ടപ്പെടില്ല എന്നും പഠിപ്പിക്കുന്ന ധാരാളം പേര് ലോകത്തിലുണ്ട്. അവരെല്ലാം ഈ വാക്യത്തെ ഏത് വിധത്തിലാണ് കാണുന്നത്, ഏത് വിധത്തിലാണ് ഈ തിരുവെഴുത്തുകളെ ഓരോന്നും മനസ്സിലാക്കിയിരിക്കുന്നത്, അതാണ് നമ്മൾ പരിശോധിക്കുന്നത് വ്യക്തമായിട്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആരെയാണ് അന്വേഷിക്കുന്നത്? തന്നിൽ ഏകാഗ്രചിത്തതയോടുകൂടി തന്നെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വസ്തനെ കാണാൻ, തന്നിലേക്ക് ഏകാഗ്രചിത്തരായി ജീവിക്കുന്ന ആൾക്കാരെ കാണാൻ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതാണ് നോക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ അന്തിമമായ വാക്കായ ബൈബിൾ പറയുന്നത്, ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ട് വീണ്ടും പാപത്തിലേക്ക് പോയാൽ രക്ഷ നഷ്ടപ്പെടും. അതാണ് നമ്മളെ കാണിക്കുന്നത്. കൃപയിൽ നിന്ന് അവർ വീണു പോകും. എന്നാൽ തിരുവെഴുത്ത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളാണ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ വ്യക്തമായി പരിശോധിക്കേണ്ട ആവശ്യമാണ്. അവിടെ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ എന്താണ് അപ്പോൾ മുന്നോട്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി മരണത്തോളം വിശ്വസ്തനായിരിക്കണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. മരണത്തോളം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അതുകൊണ്ട് കർത്താവ് യേശു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. സ്മരണ സഭയോട് പറയുന്ന വാക്ക് അവിടെ പറയണത് ഇതാണ്. അവിടെ വെളിപ്പാട് പുസ്തകം 2-ന്റെ 10-ാം വാക്യത്തിൽ, നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. എന്നാൽ ഒരു എന്നാൽ കാണാൻ സാധിക്കും അവിടെ. എന്നാലിന്റെ അർത്ഥം എന്താണ്? എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പൊ തോറ്റുപോയാലോ? നഷ്ടപ്പെടും. അത്രേ ഉള്ളത്. അതാണ് എന്നാൽ പറയുന്നത്. എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. അവസാനത്തോളം സഹിച്ചു നിൽക്കുക. അപ്പൊ ഇതെല്ലാം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതിനാണ്. അവസാനത്തോളം വിശ്വസ്തരായി ജീവിപ്പാൻ നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യണം. എവിടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മുടെ കണ്ണ് എവിടേക്കാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്? കൊലോസ്യയിലെ ലേഖനത്തിൽ കാണാൻ സാധിക്കും. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ,
ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കാരണം നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മുടെ ഫോക്കസ്, നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത്, മനസ്സ് ഉറപ്പിക്കേണ്ടത് എവിടെയാണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം നമ്മൾ 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്. എബ്രായ ലേഖൻ നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ഇതാണ്: കൊള്ളരുതാത്തതിനെ ചുട്ടുകളയുമെന്നാണ് അവസാനം പറയുന്നത്. ഇതെല്ലാം അനുഭവിച്ചിട്ട് പിന്മാറിപ്പോയാൽ, അതായത് ഒരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തി അപ്രകാരം കൃഷി ചെയ്ത് കാര്യങ്ങളെല്ലാം നല്ല നിലം ഉഴുത് വൃത്തിയാക്കി കൃഷിയുടെ കാര്യങ്ങളെല്ലാം ആ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് പറയണ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് വിഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാണ്. ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. ഒരു ഉദാഹരണത്തിലൂടെ എല്ലാം അത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഏത് വ്യക്തിക്ക് പറയാൻ പറ്റും, നമുക്ക് നമ്മൾക്ക് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ അവസാനം വരെ എന്തൊക്കെ ചെയ്താലും നഷ്ടപ്പെടില്ല, എന്തൊക്കെ ചെയ്താലും അത് മാറിപ്പോവില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ അന്തിമമായ വെളിപ്പാടാണ് ബൈബിള്. അതിലെല്ലാം ഈ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ: നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ താഴുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. ഒരു തെറ്റുപറ്റിയാൽ മാനസാന്തരത്തിലേക്ക് ഉടനെ മാനസാന്തരപ്പെടാൻ ഒരു വ്യക്തിക്ക് കഴിയണം. കാരണം ന്യായവിധി നടത്തുന്നത് ദൈവമാണ്. അവൻ മുഖപക്ഷമില്ലാത്തവനാണ്. പത്രോസിന്റെ ലേഖനത്തിൽ കാണാം, മുഖപക്ഷമില്ലാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഓർപ്പെടുത്തുന്ന ഇതാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും? ഞാൻ അനവധി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അനവധി പേര് പറയണത് കേട്ടിട്ടുണ്ട്. നമുക്ക് രക്ഷ നഷ്ടപ്പെടാൻ ഒരിക്കലും ആർക്കും രക്ഷ നഷ്ടപ്പെടില്ല. ഒരിക്കൽ രക്ഷപ്പെട്ടാൽ പിന്നെ രക്ഷ നഷ്ടപ്പെടുന്നത് നമുക്ക് എത്ര സന്തോഷമാണ്. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതല്ല ദൈവത്തിന്റെ വചനത്തിൽ പറയണത്. അപ്പം ആ ഒരു മേഖലയിൽ നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ദൈവം മനുഷ്യരോട് പറയണ കാര്യം എന്താണ്? നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 31 വരെ വാക്യങ്ങളിൽ നമ്മളെ കാണിച്ചു തരുന്ന കാര്യം. അപ്പം ഒന്ന് നമ്മൾ കണ്ടു, പരിജ്ഞാനം ദൈവത്തിന്റെ, അതായത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. മോശയുടെ ന്യായപ്രമാണം ലംഘിച്ചാൽ പോലും മരണശിക്ഷയുണ്ടെന്ന് പറയണം അവിടെ. എന്നിട്ട് പറയണേ, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറെ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കുകയും. ദൈവം പറയണം, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തൻ്റെ ജനത്തെ ന്യായവിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. എന്നിട്ട് അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ 31-ാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമുക്ക് എപ്പോഴും ആശ്വാസത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല തരുന്നത്. ദൈവം സ്നേഹമാണെന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വചനത്തിൽ പറയണത്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്, മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനാണ്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ കാണാം. അത് നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താവും എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ജനത്തിന്റെ നടുവിൽ ആണ് ആദ്യം ന്യായവിധി ആരംഭിക്കുന്നത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ എന്ന് പറയുന്നത്. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താവും, അല്ലെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താവും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യരോട് എന്താ പറയണമെന്ന് ചില വാക്യങ്ങളും കൂടി നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 2-3 അധ്യായങ്ങളിൽ, അതായത് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയണത്: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അതാ പറയണത്. അപ്പം മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങൾ പറയണത് അതാണ്. ദൈവത്തിന്റെ ആ ദിവസം ദൈവം വരാൻ കർത്താവിന്റെ വരവ് താമസിക്കുന്നത്, അതായത് ദൈവം പറയാണ് അത് അവൻ താമസിക്കുന്നതല്ല, ആരും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്, ദയ കാണിക്കുകയാണ്. ദൈവം എല്ലാ മനുഷ്യർക്കും ഒരു അവസരം കൊടുക്കുകയാണ് മാനസാന്തരപ്പെടാൻ. ദീർഘക്ഷമയോടെ ദൈവം അവസരം കൊടുക്കുകയാണ്. ഇവിടെയും അവരോട് പറയണതാണ്: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നീക്കുകയും ചെയ്യും. എന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം ശ്രദ്ധിക്കാം. അവസാനം: ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. അപ്പൊ മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടു. മാനസാന്തരപ്പെട്ട് ദൈവഹിതം പോലെ ദൈവത്തിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ കടന്നു പോകുമ്പോൾ അവിടെയാണ് അവൻ വിജയിക്കുന്നത്. അവൻ പരാജയപ്പെട്ട അവിടെ നിന്ന് എഴുന്നേറ്റ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുമ്പോൾ അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. അനുതാപം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും. തോറ്റുപോകുന്നവരെ കുറിച്ചല്ല ദൈവത്തിന്. എസെക്കിയേൽ 18-ാം അധ്യായത്തിലേക്ക് ദൈവം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പറയുന്ന പോലെ പാപിയുടെ മരണത്തിൽ ദൈവത്തിന് യാതൊരു സന്തോഷമില്ല. കാരണം പാപി മരിച്ചാൽ അവൻ നരകത്തിലാണ് പോണത്, ദൈവത്തിലേക്ക് വീണ്ടെടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പാപിയുടെ മരണത്തിൽ ദൈവത്തിന് യാതൊരു സന്തോഷവുമില്ല. പക്ഷെ അവൻ മരണം വിട്ട് ജീവൻ പ്രാപിക്കുമ്പോൾ, അതായത് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് ഹിതമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ദൈവത്തിന് ലഭിക്കുന്നത്, ആ മനുഷ്യനെ, അവന്റെ ആത്മാവിനെ ദൈവത്തിന് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. വെളിപ്പാട് പുസ്തകം തന്നെ 2-16 വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 2:16 ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അപ്പൊ മാനസാന്തരപ്പെടാൻ പറയുക, മാനസാന്തരപ്പെടുക. ഇതാണ് ദൈവം ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ. 2:21 വാക്യത്തിൽ നമുക്ക് കാണാം: ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. ദീർഘക്ഷമ, ദയ. അപ്പൊ അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല എന്ന് അവിടെ കാണാൻ സാധിക്കുകയാണ്. 3-3 വാക്യത്തില്, വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം: ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അപ്പം ഇവിടെയെല്ലാം എഫെസസ് സഭയോടായാലും തിയോത്തീരയോടായാലും ഫിലദൽഫിയയോടായാലും ലവോദിക്യ സഭയോടായാലും ഒക്കെ ദൈവം ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ്? അവരോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? മാനസാന്തരപ്പെടുക. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നാണ് ദൈവത്തിന് അറിയാമത്. നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ്, മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നഷ്ടപ്പെടും. ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മൾ കേട്ട സത്യത്തെ മുറുകെ പിടിക്കുക, വീണ്ടെടുപ്പിനെ മുറുകെ പിടിച്ചുകൊള്ളുക.
രക്ഷയെ മുറുകെ പിടിച്ചുകൊള്ളുക, വിശ്വാസം കാത്തുകൊള്ളുക, നല്ല പോർ പൊരുതാൻ, നല്ല ഓട്ടം ഓടുവാൻ, ഓടി തികക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജയിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ കാര്യങ്ങളെല്ലാം ദൈവം മാനസാന്തരപ്പെടാൻ പറയണേ. പരാജയപ്പെട്ട് കിടക്കുന്നവനോട് തിരിച്ചു വരാൻ പറയണേ. പരാജയപ്പെട്ട് കിടക്കുന്നവനോട് നീ വീണ്ടും ആദ്യത്തിലേക്ക്, നീ എവിടെ നിന്ന് വീണോ അവിടെ നിന്ന് നീ ദൈവത്തിങ്കിലേക്ക് നോക്കി നിന്റെ രക്ഷിതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ പറയണേ. ആ കാര്യത്തിൽ അവൻ വിജയിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് വെളിപ്പാട് 2:7 നമുക്ക് കാണാൻ സാധിക്കണം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശിയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന്, തോറ്റവനല്ല. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് 2:11 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവനാണ്. വീണ്ടും കാണാം 2:17 നമ്മൾ വായിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ജയിക്കുന്നവനാണ്. അതേപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കുമെന്നും പറഞ്ഞിട്ട് വെളിപ്പാട് 2:26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജയിക്കുന്നവനെ, അല്ലെങ്കിൽ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ എൻ്റെ പിതാവ് എനിക്ക് തന്ന പോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്ന വ്യക്തി, ജയിക്കാൻ ദൈവം പറയണം. മാനസാന്തരപ്പെടുക. ആ മാനസാന്തരപ്പെട്ട് ഫലം കായ്ക്കുന്നതിൽ അതായത് ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ, അതാണ് മാനസാന്തരത്തിന്റെ പ്രവൃത്തി. ഞാൻ കൽപ്പിച്ചത് പ്രമാണിക്കുക, അനുഷ്ഠിപ്പാൻ മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കുക. എന്തിൽ നിന്നാണ് വീണുപോയത്? ദൈവത്തിന്റെ വചനത്തിൽ. അതുകൊണ്ട് യോഹന്നാൻ 12:48 പറയുന്നത് പോലെ ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. ഞാൻ സംസാരിച്ച വചനം തന്നെ. അപ്പൊ അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ വചനമാണ്. അതാണ് അവന്റെ അന്തിമമായ വാക്ക്. ദൈവത്തിന്റെ ബൈബിളാണ്. ഇന്ന് പുതിയ നിയമം ഇല്ലേ, ആ ദൈവത്തിന്റെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യങ്ങൾ എന്താണ്, അത് നമ്മൾ അനുഷ്ഠിക്കുവാൻ നമ്മൾ കടന്നു പോകുമ്പോൾ, അപ്രകാരം അനുഷ്ഠിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലമാണ്. ജയിക്കുന്നവർക്ക് ഇതെല്ലാം ദൈവം വെച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3:6 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെയും പറയണത് എന്താണ്? ജയിക്കുന്നവന് വെള്ളയെടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അപ്പൊ ജയിക്കുന്നവന്റെ പേരാണ് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാത്തത്. അപ്പൊ പരാജയപ്പെടുന്നവന്റെ പേര് എങ്ങനെയായിരിക്കും? ഒരിക്കൽ എഴുതപ്പെട്ടാൽ പോലും ക്രിസ്ത്യ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടാൽ, വിശ്വാസക്കപ്പൽ തകർന്നു പോയാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് നാം പിന്മാറിപ്പോയാൽ, ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട പേര് മായ്ച്ചു കളയാൻ എഴുതിയ ദൈവത്തിന് അത് ആ പേര് മായ്ച്ചു കളയാനും കഴിയും. മോശ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ദൈവമേ എൻ്റെ പേര് ദൈവമേ നീ ഇപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇവരെ നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു ഈ ജനത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ നീ എഴുതിയ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, എന്നോട് പാപം ചെയ്യുന്നതിന്റെ പേരാണ് ഞാൻ മായ്ച്ചു കളയുന്നത്. അതാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നത്. പണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചിരുന്ന വേദഭാഗങ്ങൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3:12 ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവിടെയും കാണുന്നത് ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ഇതെല്ലാം ആലങ്കാരികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പരാജയപ്പെടുന്നവർക്കുള്ളതല്ല,
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ, അവസാനത്തോളം വിജയിക്കുന്നവർ, വിശ്വസ്തരായിരിക്കുന്നവർ. ദൈവം തൻ്റെ ഗൃഹത്തിൽ ആഗ്രഹിക്കുന്നത്, തൻ്റെ ഭവനത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തരെയാണ്. ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മക്കൾ അവസാനം വരെ വിശ്വസ്തരായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3:21 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവർക്കുള്ളതാണ്. ജയിക്കുന്നവനെ ഇത് ലഭിക്കും, ജയിക്കുന്നവനെ ഇത് ലഭിക്കും. എന്താണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്? ലൂക്കോസ് 13 പറയുന്ന പോലെ മാനസാന്തരപ്പെടാൻ. ലൂക്കോസ് 13:3-5 പറയണത് അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. മാനസാന്തരപ്പെടാൻ ദൈവം പറയാം. അപ്പം രക്ഷ നഷ്ടപ്പെടും. ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിൽ നിന്ന് മനുഷ്യൻ അത് ശ്രദ്ധയോടുകൂടി നടക്കാതെ വഴിവിട്ട് പോയാൽ, ഇസ്രായേൽ ജനങ്ങൾക്ക് സംഭവിച്ചതുപോലെ പിന്മാറിപ്പോയാൽ അവിശ്വാസം. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത് എന്താണ്? അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ച പാഠങ്ങളിൽ നിന്നെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചത്. അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം. അപ്പം ഇവിടെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യം തൊട്ട്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാവുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു. എബ്രായർ 3:14 വാക്യത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. 12-ാം വാക്യത്തിൽ പറയണു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നമ്മളെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രബോധിപ്പിച്ചത്? അതുകൊണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തോട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിൽ എബ്രായ ലേഖനം നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കൃപയിൽ നിന്ന് വീണു പോകാൻ ഒരു വ്യക്തിക്ക് സാധ്യമാണ്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ തന്നെ, ക്രിസ്തുവിനോട് വേറിട്ട് പോയാൽ, ക്രിസ്തുവിൽ നിന്ന് നമ്മൾ മാറിപ്പോയാൽ കൃപയിൽ നിന്ന് വീണുപോയി. ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയാൽ കൃപയിൽ നിന്ന് നമ്മൾ വീണുപോയി. അതുകൊണ്ട് അവസാനത്തോളം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അവസാനത്തോളം നിൽക്കാൻ സാധ്യത വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവരുടെ ദൂതന്മാരുടെ സന്നിധിയിൽ ദൈവം അവിടെ സന്തോഷമുണ്ടാകും എന്ന് നമ്മളെ ഓർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. ദൈവം എന്തിനെക്കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത്? അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ, നല്ല ഓട്ടം ഓടുവാൻ, വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ, നീതിയുടെ കിരീടത്തിനായി കാത്തിരിക്കുവാൻ. അപ്പോസ്തലനായ പൗലോസ് കാണിച്ചെന്ന ആ യുദ്ധവീരന്റെ ഏറ്റവും മഹനീയമായ ഒരു മാതൃക കാഴ്ചവെച്ചിട്ട് പോയ അപ്പോസ്തലനായ പൗലോസ്, അദ്ദേഹത്തിൻ്റെ അവസാനം വാക്കുകളാണ്, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഞാൻ ഇനി നീതിയുടെ കിരീടത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും അത് കിട്ടും. ഇത് പറഞ്ഞതിന് ശേഷം അധികം സമയം കടന്നുപോയില്ല. അദ്ദേഹത്തിൻ്റെ പ്രാണൻ, അദ്ദേഹത്തിൻ്റെ തല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിച്ഛേദിക്കുന്ന അല്ലെങ്കിൽ വെട്ടിക്കളയുന്ന പടയാളിയുടെ വാൾ ഉയർന്നു പൊങ്ങുമ്പോൾ അവൻ്റെ പ്രാണൻ, അവൻ്റെ ആത്മാവ് പറന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മാറിടത്തിലേക്ക് പറന്നുയർന്നു. ലോകത്തിലെ ഏതൊരു പടയാളിക്കും, ഏതൊരു
യുദ്ധവീരനും ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വരവേൽപ്പ് സ്വർഗം അദ്ദേഹത്തിന് കൊടുത്തു. ഇന്ന് നമ്മളെയും പ്രബോധിപ്പിക്കുന്നതാണ്, നമ്മളെ ഉത്സാഹിപ്പിച്ചിട്ട് പൗലോസ് കടന്നുപോയത് അതാണ്. എനിക്ക് ജീവകിരീടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ജീവകിരീടത്തിന് വേണ്ടി അധ്വാനിക്കാനാണ് തൻ്റെ ഓരോ സഹസഹോദരന്മാരെയും പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിച്ചത്. എബ്രായ ലേഖനത്തിലും നമുക്ക് ഈ എഴുത്തുകാരൻ ഓർമ്മപ്പെടുത്തുന്നതാണ്, നമ്മൾ തളരാനല്ല, ഉത്സാഹിച്ച് മുന്നോട്ട് പോകാൻ, നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ ജാഗ്രതയുള്ളവനായിരിക്കാനാണ് പറയുന്നത്. മാനസാന്തരപ്പെടുക, ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇത് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. നമ്മൾ ഏതെങ്കിലും കെട്ടുകഥ, കിഴവിക്കഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് നമ്മളെ കർണരസമാർ കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടില്ല. നിങ്ങൾ ക്രിസ്തുവിനോട് വിശ്വസ്തരായിരിക്കുക. നമ്മൾ ഒരിക്കൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതല്ല വചനം ഓർപ്പിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, പിന്മാറിപ്പോയാൽ, അഥവാ തിരിച്ചു വന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വ്യക്തിക്ക് രക്ഷ നഷ്ടപ്പെടും. പക്ഷേ നമ്മൾക്ക് ദൈവത്തെയും തമ്മിൽ നമ്മൾ എപ്പോഴും ഉറപ്പിച്ച് നിർത്തുന്നത് നാം ദൈവത്തിൻ്റെ മുമ്പിൽ താഴുക, ദൈവത്തിൻ്റെ മുമ്പിൽ താഴുക, മാനസാന്തരപ്പെടുക, ദൈവത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. നമുക്ക് ജീവന്റെ കിരീടം കിട്ടാൻ, നിത്യജീവനെ അവകാശമാക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വഴികളാണ് നമ്മളെ ഈ എബ്രായ ലേഖനം 6:1 മുതൽ 8 വരെയും കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ.